വാർത്തകൾ തുടരുന്നു. യാത്രക്കാരെ വലച്ച് സ്വകാര്യ ബസ് സമരം മൂന്നാം ദിനം. വടക്കൻ കേരളത്തിലാണ് പ്രതിസന്ധി രൂക്ഷം. മിനിമം ചാർജ് 8 നിന്ന് 12 രൂപയാക്കി ഉയർത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചാലേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന നിലപാടിലാണ് ബസ്സുടമകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, മൂന്നാം ദിവസം ജനജീവിതം ദുസ്സഹമാക്കി ബസ് സമരം തുടരുകയാണ്. ചർച്ചയ്ക്കുള്ള സാധ്യതകൾ എങ്ങനെയാണ്? സർക്കാർ സമരമില്ലാതെ തന്നെ ബസ് വർധന എന്ന ആവശ്യം ന്യായമാണ് എന്നൊരു നിലപാടിലായിരുന്നു. അനുനയത്തിനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? രേണുക, ചർച്ചയ്ക്കുള്ള സാധ്യതകളൊന്നും തന്നെ ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. LDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. നേരത്തെ ഗതാഗത മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ ഈ ചാർജ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നണി തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത്തരം ഈ ബസ് ഉടമകൾ തിരക്ക് പിടിച്ച് സമരത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നൊരു അഭിപ്രായം ഈ സർക്കാരിന് തന്നെയുമുണ്ട്. അതുകൊണ്ട് ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നീങ്ങിയിട്ടില്ല. മാത്രമല്ല, പൊതുജനത്തിന്റെ കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സ്കൂളുകളിൽ പരീക്ഷയും മറ്റും ഉണ്ടായിരുന്ന സമയമാണ്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ പൊതുവെ സ്വകാര്യ ബസ് സർവീസുകളെ ആശ്രയിച്ച് കഴിയുന്ന സ്ഥലമാണ്. കോഴിക്കോടിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് 900-ഓളം സ്വകാര്യ ബസ് സർവീസുകളുണ്ട്. ഈ സർവീസുകളൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. തെക്കൻ ജില്ലകളിൽ ചിലയിടങ്ങളിലെങ്കിലും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ വടക്കൻ ജില്ലകളിൽ അതല്ല സ്ഥിതി. എല്ലാ സംഘടനകളും പൂർണ്ണമായും പണിമുടക്കിൽ തന്നെയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് നേരിടുന്നു. ഏറ്റവും വലിയ പ്രശ്നം വൈകുന്നേരങ്ങളിൽ ഈ സമാന്തര സർവീസുകളും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. മലയോര മേഖലയിലും അതേപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇവർക്ക് സ്കൂളുകളിൽ നിന്നും അതേപോലെ ഓഫീസുകളിൽ നിന്നുമൊക്കെ ആളുകൾക്ക് തിരിച്ചു പോകാനുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടായി തീരുന്നു. രാവിലെ ഉള്ള ഈ ഒരു സമയത്തൊക്കെ തന്നെ നമുക്ക് ഈ കാണാം, കോഴിക്കോട് മൊഫ്യൂസൽ സ്റ്റാൻഡ് ഇത് രാവിലെ 4 മണി മുതൽ തന്നെ വളരെയധികം സജീവമാകുന്ന ബസ് സ്റ്റാൻഡാണ്. അത്രയധികം ആളുകൾ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഏതാനും സമാന്തര സർവീസുകൾ, ചില ടാക്സി, അതേപോലെ തന്നെ ജീപ്പ് സർവീസുകൾ, ഓട്ടോറിക്ഷകൾ ഇവ മാത്രമാണുള്ളത്. ആളുകൾ ഇപ്പോൾ സമരമാണ്, പണിമുടക്കാണ് എന്നുള്ള കാര്യം ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് സ്വകാര്യ വാഹനങ്ങളെയൊക്കെ തന്നെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാവിലെ ഇപ്പോൾ അല്പസമയം മുൻപ് ഒരു ജീപ്പ് ബാലുശ്ശേരിക്ക് പുറപ്പെട്ടേ ഉള്ളൂ. ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലേക്കുള്ള പൊതുഗതാഗതമാണ് വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുന്നത്. ജീപ്പ് സർവീസുകൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾ തൂങ്ങിപ്പിടിച്ചൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ഈ സമരം മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ പൊതുജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഈ വൈകുന്നേര സമയമാകുമ്പോഴേക്കാണ് ബുദ്ധിമുട്ട് ഏറ്റവും രൂക്ഷമാവുന്നത്. ആ സമയത്ത് സമാന്തര സർവീസുകൾ കൂടി ഇല്ലാത്ത സാഹചര്യം നാട്ടിൻപുറങ്ങളിലും അതേപോലെ മലയോര മേഖലയിലുമെല്ലാം ഉണ്ട്. KSRTC അധിക സർവീസുകൾ ഏർപ്പെടുത്തുമെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് KSRTCയുടെ ഒരു വിശദീകരണം, അധിക സർവീസ് ഏർപ്പെടുത്താനുള്ള ജീവനക്കാരില്ല, മറിച്ച് സർവീസുകൾ പുനഃക്രമീകരിക്കാം എന്നാണ്. അതും അത്രയൊന്നും തന്നെ ഫലപ്രദമായിട്ടില്ല. നേരത്തെ സർവീസ് ഉണ്ടായിരുന്ന റൂട്ടുകളിൽ, അതായത് കോഴിക്കോട് കണ്ണൂര്, അതേപോലെ തന്നെ കോഴിക്കോട് കുറ്റ്യാടിയൊക്കെ പോലെയുള്ള റൂട്ടുകളിലൊക്കെ തന്നെ സർവീസ് നടത്തുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ഈ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക്, ബാലുശ്ശേരിയൊക്കെ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് സർവീസുകൾ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ആളുകൾ കാത്തുനിന്ന് KSRTCക്ക് വേണ്ടി കാത്തുനിന്ന് പിന്നീട് സമാന്തര സർവീസുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. രേണുക, ശരി. എന്തായാലും മൂന്നാം ദിവസവും ജനങ്ങളെ വലയ്ക്കുന്ന തരത്തിൽ ബസ് സമരം തുടരുകയാണ്. അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്.